സ്നേഹമുള്ളവരെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പെസഹ രഹസ്യങ്ങൾ അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന വലിയ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ. വരുന്ന ഞായറാഴ്ച, ഓശാന ഞായറാഴ്ച രാവിലെ 6:30 ഓശാനയുടെ തിരുക്കർമ്മങ്ങൾ തുടങ്ങും. രണ്ടാമത്തെ വിശുദ്ധ കുർബാന 9:30 വൈകുന്നേരത്തെ വിശുദ്ധ കുർബാന 5 മണിക്കും. അതിനെ തുടർന്ന് നോമ്പുകാല ധ്യാനം. വലിയ ബഹുമാനപ്പെട്ട ജെയിംസ് കക്കുഴിയച്ചൻ, കോതമംഗലം രൂപതയിലെ കുറുപ്പുംപടി ഫൊറോന പള്ളിയിലെ വികാരിയച്ചനാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ധ്യാന ടീം അംഗങ്ങൾ ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ 4 ദിവസങ്ങളിൽ നമ്മുടെ ദേവാലയത്തിൽ വചനപ്രഘോഷണവും അതുപോലുള്ള ശുശ്രൂഷകളും നിർവഹിക്കും. നിങ്ങളെല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 31-ാം തീയതി ചൊവ്വാഴ്ചയായിരിക്കും കുമ്പസാര ദിവസം. രാവിലെ മുതൽ വൈകുന്നേരം വരെ കുമ്പസാരിക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. പെസഹ വ്യാഴാഴ്ച രാവിലെ 6:30 പെസഹായുടെ ശുശ്രൂഷകൾ, കാലുകഴുകൽ ശുശ്രൂഷ, അതുപോലെ ആഘോഷമായ വിശുദ്ധ കുർബാന അർപ്പണം, തുടർന്ന് പൂർണ്ണദിന ആരാധന എന്നിവയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പീഡാനുഭവ വെള്ളിയിലും രാവിലെ 6:30 പീഡാനുഭവ വായനകൾ, പീഡാനുഭവ സന്ദേശം, തുടർന്ന് വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പിൻ്റെ വന്ദനവും ഉണ്ടായിരിക്കും. വൈകുന്നേരം ആഘോഷമായ വിയാസാക്രയും നഗരി കാണിക്കലും, തുടർന്ന് പരിഹാര പ്രദർശനത്തിന് ശേഷം വീണ്ടും പീഡാനുഭവ സന്ദേശം നമുക്ക് ശ്രവിക്കാനുള്ള അവസരമുണ്ട്. രാത്രി 8:30 കബറടക്ക ശുശ്രൂഷ ഉണ്ടായിരിക്കും. വലിയ ശനിയാഴ്ച പുതുവെള്ളം വെഞ്ചിരിക്കുന്നത്, തിരിവെഞ്ചിരിക്കുന്നത്, മാമോദിസ വ്രതങ്ങളുടെ നവീകരണം, ഇതുപോലുള്ള കാര്യങ്ങളായിരിക്കും. തിരുനാളുകളുടെ തിരുനാളായ നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പ് തിരുനാൾ ശനിയാഴ്ച രാത്രി 11:30 ആരംഭിക്കുന്നത്. അതിനുശേഷം ഉയർപ്പിൻ്റെ ശുശ്രൂഷകൾക്ക് ശേഷം ചെറിയ പ്രദക്ഷിണവും ഏറ്റവും ആഘോഷമായ വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കും. രാവിലെ 7 മണിക്കും 9:15 രണ്ടാമത്തെ കുർബാനയും മൂന്നാമത്തെ കുർബാനയും ഉണ്ടാകുന്നത്. അന്ന് വൈകുന്നേരം പ്രത്യേകിച്ച് കുർബാന ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഈ ശുശ്രൂഷകളിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവിൻ്റെ പെസഹ രഹസ്യങ്ങളിൽ പങ്കുചേർന്ന് നമുക്ക് ആത്മീയമായിട്ട് ഉണർവുള്ളവരും വിശ്വാസത്തിൽ ആഴപ്പെടുവാനും കർത്താവിൻ്റെ കാലടികൾ അടുത്ത് പിൻചെല്ലുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട്, ഉദ്ധിതനായ നമ്മുടെ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഈ ശുശ്രൂഷകളിലേക്ക്, തിരുക്കർമ്മങ്ങളിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.